ഓ താത്തേനേലും ഭേദമാണ് എന്റെ പൊന്നു താത്തേനെ പറയല്ലേ. അതൊക്കെ വലിയ ഭീഷണിയോ? മാക്രോ കണ്ടത്. ഭയങ്കര ഒരു ബോംബ് പ്രതീക്ഷയാണ് നമ്മള്. പടക്കാണ്, അത്രേ ഉള്ളു. ഒരു കമ്പാക്കും ഇല്ല. ആ വഴി പോയി. ഒരു വലിയ സുഖമില്ല. ഇന്ത്യൻ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. അതേ ഐറ്റം തന്നെ. ശങ്കർ കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കൊള്ളാം, കണ്ടിരിക്കാം. ഇന്ത്യൻ താത്തക്ക് ശേഷം ഓ താത്തേനേലും ഭേദമാണ് എന്റെ പൊന്നു താത്തേനെ പറയല്ലേ. കമ്പാക്ക് വലിയ കമ്പാക്ക് താത്ത വെച്ച് നോക്കുമ്പോ നല്ല പടമാണ്. ഫൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ല. ക്രീം പ്രസൻസ് അടിപൊളിയാണ്. തമൻ കത്തിച്ചിട്ടുണ്ട്. ഇൻട്രോ ഫൈറ്റും ബീജും ഒക്കെ അടിപൊളിയാണ്. അല്ലല്ല, ഇവര് മത്സരിക്കുക ഏതാണ് മോശം പടം എന്നുള്ള മത്സരം. ഭയങ്കര മത്സരം. താത്തക്ക് വലിയ ഭീഷണിയോ? അല്ല, ഗുണ്ടാണോ? അങ്ങനെ പറഞ്ഞ ഗുണ്ട് തന്നെ. അത് തന്നെ, വേറെ വലിയ രാംചരണിനെ വെച്ച് പണിയപ്പോ എങ്ങനെയുണ്ട്? സംഭവം ഭയങ്കര ശോകമാണ്. അവിടെ ചെന്ന് പണി കൊടുത്തല്ലേ. അതായത് ടോളിവുഡിനെ നശിപ്പിക്കാൻ കോളിവുഡ് ഇറക്കിയ മാസ്റ്റർ പ്ലാൻ ആണ് ശങ്കർ. അതാണ് ശങ്കറിന്റെ ഒരു പതനം തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി. പുള്ളി എന്താ ഇങ്ങനെയെന്ന് കൊടുത്തില്ല. ഇത് പൈസ ഇവിടെ ഉപയോഗിക്കണം എന്ന് അറിയാത്ത പോലെ. അതായത് പാട്ടെടുക്കാൻ വേണ്ടി 75 കോടി മുടക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു പാട്ട് പടത്തിലില്ല. തമാശ. അതാണ് തമാശ. അതായത് പൈസ മുടക്കിയതിന്റെ കുറെ ബിസിനസ് സ്ക്രീനിൽ കാണാം. അത്രേ ഉള്ളൂ. അത് തന്നെ പരിപാടി. അത്രേ ഉള്ളൂ. പഴയ പരിപാടി, പഴയ പോപ്പ്. അറിയാം, നമുക്ക് അറിയില്ല. സീൻ ബൈ സീൻ നമുക്ക് അറിയാവുന്ന പരിപാടി തന്നെ. പുള്ളിയുടെ മുതൽവനുണ്ട്. മുതലൻ തന്നെയാണ്. മുതലൻ തന്നെ എല്ലാം ഉണ്ട്. അതിപ്പോ ഒരു നാൾ മുതൽവനാണെങ്കിൽ ഇത് എല്ലാ നാളും മുതൽവൻ. ഫൈറ്റ് തന്നെ ഇങ്ങനെ ചുമ്മാ അടി നടക്കുക. നമുക്കത് വെറുതെ അടിച്ചോണ്ടിരിക്കും ആൾക്കാർ. ഒരു തേങ്ങയില്ല. ഒരു തേങ്ങയില്ല. ചുമ്മാ അലമ്പോഴാണ്. ശങ്കറിനെ ഇതൊക്കെ പറയുമെങ്കിലും ഇതുപോലെ ഒരു പാട്ടെടുക്കാനൊക്കെ ശങ്കറിനെ പറ്റത്തുള്ളൂ. എനിക്ക് ഫൈറ്റ് എല്ലാം അടിപൊളിയാണ്. രാഷ്ട്രീയം പറയുന്ന അങ്ങനത്തെ ഒരു പടം. രാംചരന്റെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 3 വർഷം രാംചരന്റെ ഡേറ്റ് കളഞ്ഞു. 3-4 വർഷം കളഞ്ഞു. അതിന്റെ ഉള്ളു. അതിന്റെ ഒരു ഇത് വരുത്തില്ല. എന്നാലും ശങ്കർ പടം കാണേണ്ട സംഭവമല്ലായിരുന്നു. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. പക്ഷെ ഇത് അന്നേ എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. ഇപ്പം ഡിലേ ആയിട്ട് ഇന്ത്യൻ അടക്കാൻ പോയതുകൊണ്ട് ഡിലേ ആയതാ. അല്ലെങ്കിൽ ആ ഒരു 2021-22 ഇറങ്ങിയിരുന്നെങ്കിൽ ഇച്ചിരൂടെ ഇതായേനെ. ഇപ്പം തെലുങ്ക് മാർക്കറ്റ് മാത്രമേ പടം കയറത്തുള്ളൂ. ഹിന്ദിയിലും അവിടെ ഒന്നും കയറാൻ ചാൻസ് ഇല്ല. കേരളത്തിൽ ഇപ്പം ഇതുണ്ട്, നല്ല രീതി ഇറക്കില്ലല്ലോ ഇവര്. ഇപ്പം ഇവിടെ മലയാളം വന്നത്, തമിഴ് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പം. മലയാളമാണ് ഇവിടെ. അല്ല, മലയാളം വന്നില്ല. സാധാരണ ഇത്രയും വലിയൊരു ഗ്ലോബൽ സ്റ്റാർ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇവിടെ തമിഴ വന്നിട്ടുള്ളൂ. റിലീസും കുറവാണ്. അവര് മാർക്കറ്റ് ചെയ്ത് ഇറക്കിയില്ല. അതോടെ ഇറക്കിയിരുന്നെങ്കിൽ ഇച്ചിരി അടിപൊളിയായിരുന്നു. 172 തിയേറ്റർ കേരളത്തിൽ. അത്രേ ഉള്ളൂ. സ്ക്രീനും കുറവാ. അപ്പൊ ഇതിൽ തന്നെ ചെറിയ സ്ക്രീനാ വന്നത്. ഇതുപോലത്തെ ഒരു ശങ്കർ പടത്തിന് അങ്ങനെ അല്ലല്ലോ കേരളത്തിൽ. ശങ്കർ പടം എന്ന രീതി പോയി. അഡ്വാൻസ് ബുക്കിംഗ് കുറവായി. നമ്മുടെ ആദ്യം വന്നപ്പോ 2 പേരെ ഉള്ളായിരുന്നു. ഇപ്പം ലാസ്റ്റ് ഒരു പകുതി പേരുടെ അടുത്ത് ഉണ്ടായിരുന്നു. കേറും പടം. അത്രയും കേറാനുണ്ട്. വിജയമൊക്കെ തമന്റെ അടിപൊളിയായിരുന്നു. ഇൻട്രോ ഫൈറ്റ് ഒരു ഡ്രാമ ആ രീതിയിൽ പോകുന്ന ഫൈറ്റ്. അതിനല്ല പ്രത്യേകത. എന്തായാലും കൊള്ളാം. സ്ക്രിപ്റ്റ് സ്റ്റോറി കാർഗ സുബരാജിന്റെ. ശങ്കറിനെ സ്ക്രീൻ പ്ലേ എഴുതി ആ ഒരു രീതിയിൽ. എന്തായാലും തെലുങ്ക് രാഷ്ട്രീയം കാണിക്കുന്ന പടം ഇഷ്ടപ്പെട്ടു. എന്തായാലും ആള് കയറണം. വളരെ സൂചിച്ചില്ല. ഞാൻ കണ്ടില്ല. മാക്രോ കണ്ടത്. വൺ ടൈം കാണാനുണ്ട്. അതെ, ശങ്കറിന്റെ പ്രീവിയസ് മൂവീസ് ഒക്കെ ഇല്ലേ, ഇന്ത്യൻ 2, അതൊക്കെ വെച്ച് നോക്കുമ്പോ നല്ലതായിട്ടാ തോന്നിയത്. കാരണം അതിനെക്കാട്ടിയൊക്കെ ഒത്തിരി ഫാർ ബെറ്റർ പടം. ആക്ഷൻ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ ആവശ്യത്തിനുണ്ട്. ഡബിൾ റോളാണ്. 2 റോളും കൊള്ളാം. പിന്നെ അഞ്ജലി നന്നായിട്ട് അഭിനയിച്ചു. മേക്കിംഗ് റിച്ച്നെസ് ആണ്. അതായത് സോങ്സ് ഒക്കെ വെർത്താണ്. കാരണം 5 സോങ്സിൽ പൈസ മുടക്കിയതിന് കാണാനുണ്ട്. 100 കോടിയാണ് എല്ലാ സോങ്സിനും കൂടെ ചിലവ്. എനിക്കൊന്ന് 90-100 കോടിക്ക് അടുത്താന്ന് തോന്നുന്നു. കുഴപ്പമില്ല. വൺ ടൈം മാച്ച്